أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യനായ അധ്യക്ഷൻ CH മഹ്മൂദ് സാഹിബ് ഉൾപ്പെടെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയും കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയും രോഗികൾക്ക് ആശുപത്രിയും പ്രശ്നപരിഹാരങ്ങൾക്ക് സുപ്രീം കോടതിയുമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ന്യായാധിപൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ. ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് കോടീശ്വരനിൽ ഈമാൻ ഉൾക്കൊണ്ട് നീങ്ങുന്ന സഖാവ് പിണറായിയുടെ ആളുകൾക്ക് എൻ്റെ ലാൽസലാം. ഇവിടെ എൻ്റെ സ്നേഹിതൻ മനാഫ് വിശദമായി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് വലിയൊരു പാർട്ടിയല്ലെങ്കിലും ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ മഹത്തരാണ്. ഈ ആകാശത്തിന് താഴെ എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും എൻ്റെ ഇടതുപക്ഷ സ്നേഹിതന്മാർ ലീഗിനെ കശകാനും സമുദായത്തെ കയ്യിലെടുക്കുവാനുമായി പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ മക്കളെ ആണവ കരാറൊന്നുമല്ല വിഷയം. അടുത്ത തെരഞ്ഞെടുപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാന്തരം കയറിയിട്ട് ചോദിക്കണം, കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് പറയണം. അപ്പോൾ പെരയിലുള്ളവർ ചോദിക്കും, നിങ്ങൾ മിഞ്ഞാന്ന് വരെ മൻമോഹൻ സിംഗിന്റെ ദറസിലല്ലേ ഓതിയത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് വിട്ടുക്കണമെന്ന് പറയണം. അതിനൊരു സബബ് വേണ്ടേ, ഒരു കാരണം. അതാണ് യഥാർത്ഥത്തിൽ ആണവ കരാർ. കമ്മ്യൂണിസ്റ്റ് മാറ്റിട്ട് പാട്ടിന്റെ ആരൊപ്പാ നിന്നത്? ഞങ്ങൾ വന്ന് അതിനേക്കാൾ ഊക്കിൽ ഈ കരാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അദ്വാനിയുടെ ഒപ്പം. നിങ്ങളെ എല്ലാ അമലും ബാത്തിലായില്ല. അതോടുകൂടി കണ്ട കാലാധികം നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ മതേതര ചേരിക്കൊപ്പാണ്. മാത്രല്ല RSSും ഞങ്ങളും കീരിയും പാമ്പും കണ്ടമായിരിയെന്നാണ്. ഞങ്ങൾ ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കണ്ടത് മരുഭൂമിയിൽ വെച്ച് ഉടപ്പറപ്പിനെ കണ്ട മാതിരിയാണല്ലോ പ്രകാശ് കാരാട്ടും അദ്വാനി ഉണ്ടായത്. യഥാർത്ഥത്തിൽ നിങ്ങളെ നിലപാടെന്തായിരുന്നു ഈ കാര്യത്തിൽ? നിങ്ങൾക്ക് അമേരിക്കനോടുള്ള വിരോധം നിങ്ങളെ പണ്ടത്തെ ഉസ്താദുൽ അസാത്തിദായ സോവിയറ്റ് റഷ്യന്റെ ശത്രു അമേരിക്ക എന്നുള്ളതാണ്. പിന്നെ യുറേനിയം വാങ്ങി ചൈന കൊഴുത്തു വീർക്കുമ്പോൾ ഇന്ത്യ അതിനേക്കാൾ വലുതാവുമെന്നാണ്. മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ വിപണിയിലുള്ളൂ. എന്താ കാര്യം? ഇപ്പൊ കറണ്ട് കട്ടിന്റെ സമയ മക്കളെ. നമ്മൾ ഈ ആണവ കരാറ് കേട്ടപ്പോൾ വിചാരിച്ചത് എന്താണെന്നറിയോ? ഒരു ദിവസം അഹമ്മദ് സാഹിബിന് ഇങ്ങനെ തോന്നി, ജോർജ് ബുഷിനൊന്ന് തക്കേരം കൂട്ടാണ്, എന്നിട്ട് നമ്മളെ നാടൊക്കെ നന്നാക്കാൻ. അതാണ് ഇവർ പറയുന്നത് കേട്ടാ തോന്നുക. അല്ല, ഈ രാജ്യത്ത് കടുത്ത ഊർജ പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ 2015 ആകുമ്പോഴത്തേക്ക് കരണ്ട് കിട്ടാത്ത വീടുണ്ടാവും. പീടികയിലിരുന്ന് ഇങ്ങനെ കരയും, എനിക്ക് കരണ്ടില്ല. കരണ്ട് കിട്ടാനൊരു വകുപ്പുമില്ല. അങ്ങനെ ഇപ്പോൾ ഉള്ളത് കൽക്കരി നിന്നാണ് കരണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്നാണ്, പിന്നെ സൂര്യതാപത്തിൽ നിന്നാണ്, ആണവ നിലയത്തിൽ നിന്നാണ്. ഇന്ത്യയിലാണെങ്കിൽ വിദഗ്ധരായ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുണ്ട്, ആണവ നിലയത്തിന്റെ സംവിധാനമുണ്ട്. പക്ഷെ യുറേനിയല്ല. ഏതുമാതിരി? നല്ല പൊറാട്ടക്കല്ലുണ്ട്, അടുപ്പല്ല, ചൂടുണ്ട്, പൊറാട്ടപ്പൊടി നന്നായി വീശാൻ പറ്റുന്ന പണിക്കാരുണ്ട്. മൈദല്ല. എന്ത് ചെയ്യും? അപ്പോഴാണ് എല്ലാവരും പോയി അവിടുന്ന് വാങ്ങുന്നത്. ചൈന അവിടുന്ന് മൈദ വാങ്ങിയത്. പാകിസ്ഥാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ പൊറാട്ട ഇടുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങള് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അമേരിക്കയിൽ നിന്ന് പറഞ്ഞില്ല. കാരണം എന്താ? അപ്പൊ ചൈനന്റെ അടുത്ത് നിന്ന് പാകിസ്ഥാൻ വാങ്ങുകയാണ്. അപ്പൊ പാകിസ്ഥാന് ആരാശ്രയിക്കുന്നു? ചൈനയെ. നിങ്ങൾ കണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പിണറായിയോട് പത്രക്കാർ ചോദിച്ചു, മലേഷ്യ വേണ്ട ഈ വികസനത്തിനെന്ന് പറയാൻ എന്താ കാരണം? ചൈന വേണമെന്ന്. കണ്ടോ? അപ്പൊ ചൈനയും ഈ വിദേശത്ത് പെട്ടതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എന്തൊക്കെ കിട്ടിയാലും അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ മുമ്പാകെ വെച്ചുകൊണ്ട് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താ സംഭവം? മുസ്ലിയാക്കന്മാരെയും ഈ സമുദായത്തിലെ ആളുകളെയും കണ്ടിട്ട് ഈ ആണവ കരാറും അവർ ഉപയോഗപ്പെടുത്തുകയാണ്. മഹാ കഷ്ടാണ്. എന്താ അതിന്റെ പൊരുള്? നേരെ പള്ളിക്കൊക്കെ വന്നിട്ട് പറയും, മൊയിലേരെ ഇടിയും മഴയും കാറ്റും വരണ്ട്, ദർസ് വിട്ടാളി. മദ്രസയ്ക്ക് വരിക, എന്നിട്ട് പറയാ, ഉസ്താദെ മദ്രസ പൂട്ടിക്കാളിയും നാട്ടിൽ പോയിക്കാളിയും ഇടിയും മഴയും വരുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാ? അപ്പം പോയി ക്യാരം ബോർഡ് കളിക്കുകയാണ്. ഇടിയും മഴ അവിടെയും വരൂലേ? ഈ ആണവ കരാർ എന്ന് പറയും. എവിടോ കാറ്റും മഴയും വരുമ്പോൾ ക്യാരം ബോർഡും മറിയും, ഓഫീസും പോവും, പള്ളിയും പോവും, ഒക്കെ പോവും.
നിങ്ങൾ ഒരു സമുദായത്തെ മാത്രം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വിദ്യകളായി ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാ രാജ്യക്കൂറില്ലത്ര ലീഗർക്ക്. പാണക്കാട്ടെ തങ്ങൾക്ക് രാജ്യക്കൂറില്ലെന്ന് പറയാൻ വരെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നു. നിങ്ങൾക്കറിയോ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തത് ഞങ്ങളാണോ? ആഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണോ? ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോ പാർട്ടി ഓഫീസിൽ കരിങ്കൊടി നാട്ടിയത് ഞങ്ങളാണോ? ഗാന്ധിജിയെ ചൂണ്ടിക്കൊണ്ട് വെളുത്ത സായിപ്പ് പോയി കറുത്ത സായിപ്പ് വന്നു എന്ന് പറഞ്ഞത് ഞങ്ങളാണോ? ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വിരിമാറ് കാട്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാർ ഞങ്ങളെ കൂട്ടത്തിലാണ്. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തെ പേടിച്ച് പൊന്തയിൽ പോയി ഒളിച്ച കാരണത്താൽ പാമ്പ് കടിയേറ്റ് മരിച്ചവര് നിങ്ങളെ കൂട്ടത്തിലാ മാർക്സിസ്റ്റേറെ. നിങ്ങൾ നമ്മളോടായി പറയുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോടൊപ്പം നിന്നിട്ടാണോ? ഞങ്ങളെ ഖായിദമില്ലത്ത് മുസ്ലിം ഇന്ത്യയുടെ വികാര വിചാരങ്ങൾ രോമകൂപത്തിൽ പോലും തേരോട്ടം നടത്തിയ സാത്വികനായ കർമ്മയോഗി ആ ഖായിദമില്ലത്ത് സ്വന്തം മകനെ പൊന്മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്റെ മകൻ വിദേശിയുടെ വെടിയുണ്ടയേറ്റ് മരിച്ചാൽ ഈ ഇസ്മായിൽ അതിൽ അഭിമാനം കൊള്ളും എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ ഒപ്പം നിന്ന ആളാണ്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഏതായി മണ്ണ് എന്ന് ചോദിച്ചപ്പോ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന മണ്ണ് എന്നാ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്. ആലോചിക്കണം എന്താ സംഭവം എന്നറിയോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവര് എന്താ നിലപാട്? നിങ്ങൾ കണ്ട പാലക്കാട് ഒരു ചുമരെഴുത്ത് അപ്പുറത്ത് വേറെ ഇപ്പുറത്ത് വേറെ. അപ്പുറത്ത് എന്താ? അപ്പുറത്ത് സോണിയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂന്ന തമിഴ്നാട്ടിൽ. ഇപ്പുറത്ത് നാട് രക്ഷപ്പെടാൻ കോൺഗ്രസിനെ തുരത്തുക എന്നാണ് എഴുതുന്നതൊക്കെ ഒരേ ടീമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി എവിടെ ഉണ്ടാകുക? മാർക്സിസ്റ്റ് പാർട്ടി ചിലയിടത്ത് കോൺഗ്രസിന്റെ ഒപ്പം, ചിലയിടത്ത് കോൺഗ്രസിനെതിര്, ചിലയിടത്ത് രണ്ടിന്റെയും കൂടി നടുവില്, ചിലയിടത്ത് എല്ലാവരും എതിർത്തിട്ട്, ചിലയിടത്ത് നിഷ്പക്ഷമായിട്ട്. ഒരു വ്യക്തമായ നിലപാടുണ്ടാവില്ല. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയിൽ പോയാൽ മാതിരിയാണ്. വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചി കൂടി 6ക്ക് തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ആ പീഡിയക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാപ്പയെന്ന്? അത് അവൻ്റെ ഒരു നിലപാടാണ്. മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മതേതര ചേരിക്ക് എതിരായി നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇവര് BJP-നെ പിടിക്കുക, കോൺഗ്രസിനെ ഇറക്കുക, കോൺഗ്രസിനെ പിടിക്കുക, BJP ഇറക്കുക. ഈ പരിപാടിയല്ലാതെ ഇന്ത്യ രാജ്യത്ത് എന്താ ചെയ്തിരിക്കണങ്ങൾ? നമുക്കറിയാം 2 MP-മാരുണ്ടായിരുന്ന BJP കുതിച്ചു വരുന്നൊരു രംഗമുണ്ടായിരുന്നു. അന്ന് നമ്പൂതിരിപ്പാടിന് വോട്ട് ഡൽഹിയിലാ. അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോ 2 ചിഹ്നം, കൈപ്പത്തി താമര, താമര കൈപ്പത്തി, 2 ചിഹ്നം. എന്താ EMS-ന്റെ മുറാദ്? ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം. വോട്ട് കഴിഞ്ഞു, അദ്വാനി ജയിച്ചു. നമ്പൂതിരിപ്പാടിന് വോട്ടുള്ള മണ്ഡലത്തിൽ ഡൽഹിയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പത്രക്കാർ